വെൽക്കം ടു OET ലേണിംഗ് മാസ്റ്റേഴ്സ്. അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ഇന്നലെ 2 എപ്പിസോഡിൽ നമ്മൾ ബി പാർട്ടാണ് നോക്കിയത്. അപ്പോൾ ഇന്നത്തേതിനകത്ത് നമ്മൾ എ പാർട്ടാണ് നോക്കുന്നത്. അപ്പോൾ എ പാർട്ട് നോക്കുമ്പം മൈ ഫ്രണ്ട്സ് എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മളിപ്പം 50 മിനിറ്റ്സിലാണ് നമുക്ക് ആൻസർ ചെയ്യേണ്ടത്. 20 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണം. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ എല്ലാവരും എപ്പോഴും ഒന്ന് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഏരിയയാണ് ഈ റീഡിങ്ങിൻ്റെ എ പാർട്ട് എന്ന് പറയുമ്പോൾ. അപ്പം അതിൻ്റെ സ്ട്രാറ്റജിയും ടിപ്സും ഒക്കെ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് എളുപ്പം നമുക്കൊരു ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ അതിന് മെയിനായിട്ട് എല്ലാവരും ചെയ്യേണ്ട കാര്യം, നമുക്കിപ്പം എല്ലാവരും പാനിക്കായി പോകുന്നൊരു സിറ്റുവേഷൻ കൂടിയാണ് ഈ എ പാർട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ മലയാളത്തിൽ അത് നമ്മളിപ്പോൾ നഴ്സുമാർക്ക് എല്ലാവർക്കും ഒരു ഡിസീസ് കണ്ടീഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എ പാർട്ടിൽ കൂടുതലായിട്ട് വരുന്ന ഡിസീസ് കണ്ടീഷനെ കുറിച്ചാണ്. അതിൻ്റെ ഏകദേശം എല്ലാം നമുക്കറിയാം. അപ്പം നമ്മൾ മനസ്സിലോട്ടൊന്ന് വിഷ്വലൈസ് ചെയ്ത് കൊണ്ടുവരിക, എന്താണ് തന്നിരിക്കുന്നത്, അതിലെന്താണ് ഞാൻ കണ്ടുപിടിക്കേണ്ടത്, എയിലെന്ത്, ബിയിലെന്ത്, സിയിലെന്ത്, ഡിയിലെന്ത് എന്ന് കറക്റ്റായിട്ട് കണ്ടുപിടിച്ചിട്ട് നമ്മളത് കറക്റ്റ് 1/2 മിനിറ്റ് നിങ്ങൾ എടുത്ത് വായിക്കണം കേട്ടോ. ആ 2 മിനിറ്റ്സ് എടുത്ത് വായിക്കുന്നത് ഒരിക്കലും നിങ്ങൾക്ക് അധികമാവത്തില്ല. അത് നല്ലതേ വരും. കാരണം അല്ലാതെ നമ്മളൊന്നും മനസ്സിലാക്കാതെ ക്വസ്റ്റ്യനകത്തോട്ട് പോയാൽ നമുക്ക് ഒന്നും ആൻസർ എഴുതാൻ പറ്റത്തില്ല. ഒന്നാമതാ ടെൻഷൻ അടിച്ച സമയം. അപ്പോൾ മലയാളത്തിൽ എന്ത് ചെയ്യണം, ഓരോ പാർട്ടും എ ആയിക്കോട്ടെ, ബി, സി, ഡി ഇതെല്ലാം എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് കറക്റ്റായിട്ട് മലയാളത്തിൽ മനസ്സിലാക്കുക. അങ്ങനെ പോകുമ്പോൾ നമ്മുടെ മൈൻഡിൽ കുറച്ചും കൂടി ഈസി ആയിട്ടത് ഇരിക്കും, നമുക്ക് ഓർക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഓരോ ഹെഡിങ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇപ്പോൾ ഇതാണ്ട് മാനേജ്മെൻറ്റ് ബേൺസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് ടെക്സ്റ്റ് ചെയ്യാൻ നോക്കിക്കേ. നമ്മൾ സ്കിം ആൻഡ് സ്കാനിങ് ഒക്കെ ചെയ്യാം. പക്ഷേ എത്ര സ്കിം ആൻഡ് സ്കാനിങ് ചെയ്താലും ഞാൻ പറയുന്നത് നിങ്ങളത് എന്താണെന്നുള്ളത് മലയാളത്തിൽ അങ്ങോട്ട് മനസ്സിലാക്കുക. അപ്പം നമുക്ക് മനസ്സിലാവുമല്ലോ എയിൽ എന്ത് പറഞ്ഞു, ബിയിൽ എന്ത് പറഞ്ഞു, സിയിൽ എന്ത്, ഡിയിൽ എന്തെന്ന്. അതായത് ഇംഗ്ലീഷിൽ അത് അങ്ങനെ തന്നെ മനസ്സിലാക്കുമ്പോൾ ചിലപ്പോൾ നമുക്കത് കൂടുതലായിട്ടും പെട്ടെന്ന് മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പം എ വായിക്കുമ്പോൾ നമുക്ക് ബേൺ ഡെപ്ത് എന്താണെന്ന് അറിയും. അതിനകത്ത് തന്നെ ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ഹൗ മച്ച്, എത്രത്തോളം, അങ്ങനെയൊക്കെ വായിക്കണം. അപ്പോൾ ടിഷ്യൂ ഡാമേജ് മാത്രം അണ്ടർലൈൻ ചെയ്തിട്ട് കാര്യമില്ല. അതെന്താണെന്ന് മനസ്സിലാക്കി പോയിട്ട് എയിലോട്ട് എത്താൻ പറ്റത്തുള്ളൂ. വെറുതെ നമ്മൾ അവിടെ ഇവിടെ എല്ലാം കിടന്ന് അണ്ടർലൈൻ ചെയ്ത് പോയിട്ട് ഒരു കാര്യമില്ല. എ പാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ക്രിറ്റിക്കലായിട്ട് തിങ്ക് ചെയ്തിട്ട് വരയ്ക്കാവൂ. വെറുതെ ഇങ്ങനെ വരച്ച് പോകരുത് കേട്ടോ. അപ്പോൾ എന്താണ് ഇവിടുത്തെ സൂപ്പർഫിഷ്യൽ പാർഷ്യൽ തിക്നെസ് പറയുന്നുണ്ട്, അതിൽ ഫുൾ തിക്നെസ് ബേൺസ് പറയുന്നുണ്ട്, മിക്സഡ് ഡെപ്ത് ബേൺസ് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഏതാണ് ഈ ചെറിയ ഹെഡിങ് ഒക്കെ നിങ്ങൾ മൈൻഡിലേക്ക് വെക്കുക. എന്നിട്ട് അതിനകത്ത് എന്താണെന്ന് പറയുന്നത്, ഇപ്പം സൂപ്പർഫിഷ്യൽ പാർഷ്യൽ തിക്നെസ് ബേൺസ് എന്ന് പറയുമ്പോൾ പിന്നെ അതിനെക്കുറിച്ചുള്ളതായിരിക്കുമല്ലോ ഇങ്ങോട്ട് പറയുന്നത്. അപ്പം നമ്മൾ അതിനെക്കുറിച്ച് സൂപ്പർഫിഷ്യൽ പാർഷ്യൽ തിക്നെസ് ആണ് അവിടെ പറയുന്നതെന്ന് അറിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് വന്നാൽ മതിയല്ലോ. പിന്നെ നിങ്ങൾക്ക് മറന്നു പോകുമെന്നുണ്ടെങ്കിൽ എന്താണ്, സൈഡിലോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് വായിക്കുന്ന സമയത്ത് റീഡിങ് കപ്പാസിറ്റി വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് എഴുതി പോകാം. എന്നിട്ട് ഫുൾ തിക്നെസ് എപ്പോഴും ബ്രാക്കറ്റിൽ കിടക്കുന്നതൊക്കെയാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ അവിടെ ഫോക്കസ് ചെയ്യണം. പിന്നെ മസ്റ്റ് പറയുന്നത്, മോർ പറയുന്നത്, ടൈം ഫ്രെയിം പറയുന്നത്, ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ ഇങ്ങനെയൊക്കെ പറയുന്നതിലൊക്കെ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഓക്കെ, അടുത്ത് നോക്കിയ ടെക്സ്റ്റ് ബിയിലേക്ക് ഫ്ലൂയിഡ് റെസസിറ്റേഷനാണ് കുറിച്ച് പറഞ്ഞേക്കുന്നത്. അപ്പം നമ്മളവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഫ്ലൂയിഡ് റെസസിറ്റേഷനാണ് കുറിച്ച് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അവിടെ എന്താണെന്ന് ജസ്റ്റ് നമ്മൾ വായിച്ച് പോകുക. ഇപ്പോൾ ചിൽഡ്രനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അഡൽട്ടിനെ കുറിച്ച് പറഞ്ഞേക്കുന്ന ഏരിയയാണ്. അവിടെ സ്റ്റാറ്റിസ്റ്റിക്സിൽ റിവ്യൂ തന്നിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെയൊക്കെയുള്ള കാര്യങ്ങൾ കുറച്ച് ശ്രദ്ധിച്ചാൽ നമുക്ക് എ പാർട്ട് പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനകത്ത് നമ്മൾ എപ്പോഴും ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അഡൽട്ട്, ചിൽഡ്രനെ കുറിച്ചാണ് പറഞ്ഞത്, അത് നോക്കുക. പിന്നെ എന്ത് ചെയ്യണം, ഇത് നമ്മൾ ഓടിച്ച് വായിച്ച് നോക്കുക. വായിക്കുമ്പോൾ പക്ഷേ എന്ത് ചെയ്യണം, നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ലോക്ക് ചെയ്യണം എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നത്. ഇതിപ്പം റെസസിറ്റേഷൻ ഫ്ലൂയിഡ് അലോൺ ഫസ്റ്റ് 24 hours അതിനെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക. ചിൽഡ്രൻ്റെ കാര്യം എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കുക. അപ്പോൾ സിയിലേക്ക് വരുമ്പോൾ എന്താണ്, മാനേജ്മെൻറ്റ് ബേൺസ് ആണ്. മാനേജ്മെൻറ്റ് ബേൺസിനെ കുറിച്ച് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും ഇങ്ങോട്ട് വന്നാൽ മതിയല്ലോ. അപ്പോൾ മാനേജ്മെൻറ്റ് ബേൺസിൽ എന്താണ് അസസ് ചെയ്യുന്നത്, എന്തൊക്കെ അസസ് ചെയ്യണം, കൂളിങ്ങിൻ്റെ കാര്യം പറഞ്ഞേക്കുന്നത് എന്താണ്, പിന്നെ പെയിനെ കുറിച്ച് അവിടെ പറഞ്ഞേക്കുന്നു, ഡീബ്രൈഡ്മെൻറ്റ് ബ്ലിസ്റ്റേഴ്സിനെ കുറിച്ച്. അപ്പോൾ ഇങ്ങനെ ഹൈഫനേറ്റ് കഴിഞ്ഞിട്ട് പിന്നെ അതിനെക്കുറിച്ച് പറയുന്നില്ല, അതിൻ്റെ ബാലൻസ് ആയിരിക്കാം. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ബ്ലിസ്റ്റേഴ്സിനെ കുറിച്ച് എവിടെയാണ് പറയുന്നത് അറിഞ്ഞാൽ അതിനെക്കുറിച്ചൊരു ക്വസ്റ്റ്യൻ വന്നാൽ എന്താണ്, നമുക്ക് അങ്ങോട്ട് പോയാൽ മതി. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ടെക്സ്റ്റ് ഡിയിൽ എന്താണ്, അനാലിസിസ് ഗൈഡ് ലൈനാണ്. അപ്പോൾ
കുറിച്ച് പറഞ്ഞേക്കുന്നത്. പിന്നെ ഇതിനകത്ത് ചിലപ്പോൾ OETയുടെ ക്വസ്റ്റ്യനകത്ത് ചിലപ്പം ഈ മാനേജ്മെൻറ്റ് തരുന്നതിനകത്ത് ചിലപ്പോൾ എവിടെയെങ്കിലും ഒരു സയൻസ് സിംറ്റംസ് കൊണ്ടിട്ട് നമ്മളെ തെറ്റിക്കാൻ ഡിസ്ട്രാക്ടേഴ്സ് പോലെ കൊണ്ടുവന്നിടും. അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, സൈഡിലോട്ട് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. ഇപ്പോൾ ഒരു മാനേജ്മെൻറ്റ് സൈഡിൽ ഒരു സയൻസ് സിംറ്റംസ് തരുമെങ്കിൽ ഇവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക നിങ്ങളുടെ ടോപ്പിക്ക് വായിക്കുന്ന സമയത്ത്. അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ആ എബിലിറ്റി കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. അടുത്ത നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴെന്താണ്, നമ്മളെപ്പോഴും ക്വസ്റ്റ്യൻ ക്ലിയറായിട്ട് വായിക്കുക. മനസ്സിലായോ? ക്വസ്റ്റ്യൻ എപ്പോഴും നമ്മൾ ക്ലിയറായിട്ട് വായിക്കാം. ക്വസ്റ്റ്യൻ ക്ലിയറായിട്ട് വായിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനേ, ആൻസർ എന്താണെന്ന് നോക്കിപ്പോകാൻ. അപ്പോൾ ഇപ്പോൾ ക്വസ്റ്റ്യൻ നോക്കിക്കേ, നമ്മൾ എ പാർട്ടിൽ എപ്പോഴും ശ്രദ്ധിക്കണം. നിങ്ങൾ എന്താണെന്നറിയാമോ, നിങ്ങൾ രണ്ടാമത് ക്വസ്റ്റ്യൻ വായിക്കാനുള്ള ഒരു ഇതിലേക്ക് വരരുത്. നിങ്ങൾ ആദ്യം ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ അത് കറക്റ്റായിട്ട് ഞാൻ എങ്ങോട്ട് പോകണം, എൻ്റെ ആൻസർ എന്തായിരിക്കണം അത് മനസ്സിലാക്കി പോകാവൂ. അല്ലെങ്കിൽ ടൈം പോകും അവിടെ. മനസ്സിലായോ? എപ്പോഴും അത് ശ്രദ്ധിക്കണം. രണ്ടാമത് ക്വസ്റ്റ്യൻ വായിക്കാൻ വരുമ്പോഴാണ് നമുക്ക് ടൈം പോകുന്നത്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് വായിച്ച് എങ്ങോട്ട് പോകണമെന്ന് ചിന്തിക്കുക, എൻ്റെ ആൻസർ എന്തായിരിക്കണമെന്ന് ചിന്തിക്കുക. ഇപ്പോൾ ഇത് ക്ലാസിഫിക്കേഷൻ ഓഫ് ബേൺ ഇഞ്ചറിയാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കുക ക്ലാസിഫിക്കേഷൻ എടുത്തോട്ട് പോകണം. ഡിപ്പെൻസ് ഓൺ ദി എമൗണ്ട് ഓഫ് ഡാഷ് കോസ്റ്റഡ്. അപ്പോൾ എന്താണ് കോസ്റ്റ് ചെയ്യുന്നത്? ഡിപ്പെൻസ് അപ്പോൺ എമൗണ്ട് ഓഫ് ഡാഷ് കോസ്റ്റഡ്. അപ്പം നമ്മൾ മലയാളത്തിൽ നിന്ന് മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് ഈസി അല്ലേ അത് കണ്ടുപിടിക്കാനായിട്ട്. ഞാൻ അപ്പോൾ ഇതെന്താ മനസ്സിലാക്കേണ്ടത്, ഞാൻ എയിലേക്ക് പോകണം എന്ന് എനിക്ക് മനസ്സിലായി. അപ്പം എൻ്റെ ആൻസർ എന്തായിരിക്കണം എന്ന് മനസ്സിലായി. ഓക്കെ, അപ്പം അങ്ങനെ ചിന്തിച്ച് വേണം നിങ്ങൾ എപ്പോഴും ആൻസർ എടുക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓരോ ക്വസ്റ്റ്യനും അങ്ങനെ തന്നെ. ഞാനിത് ഒരുപാട് ഇലാബറേറ്റ് ചെയ്ത് പറയുന്നില്ല. ഇങ്ങനെ വേണം. എ പാർട്ട് ഭയങ്കര ഈസിയാണ്. നമുക്ക് അതിൻ്റെ ആ ലോജിക്ക് അനുസരിച്ച് എങ്ങനെ ആൻസർ എടുക്കണമെന്ന് ചിന്തിച്ചാൽ നമുക്ക് എ പാർട്ട് ഭയങ്കര ഈസിയാണ്. പെട്ടെന്ന് നമുക്ക് 12 മിനിറ്റ്സിലൊക്കെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓരോ സിനോണിമസ് തരുന്ന അറിയുക. ഇപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയാൽ, പേഷ്യൻസ് റിക്കവറിങ് ഫ്രം 3rd degree ബേൺസ്. അപ്പോൾ എന്താണ് നമ്മുടെ കാറ്റഗറി? 3rd degree ബേൺസ് എവിടെ വായിച്ചെന്ന് പോവുക, അങ്ങോട്ട് പോവുക. എന്നിട്ടാണ് ഗ്രേറ്റ് ഡീൽ ഓഫ് ഷ്രിങ്കേജ് ആൻഡ് ഡാഷ് ഓഫ് ദെയർ സ്കിൻ. അപ്പോൾ ഷ്രിങ്കേജ് ഉണ്ട്, അപ്പം വേറെ എന്തോ ആൻഡ് ഡാഷ് ഓഫ് ദെയർ സ്കിൻ. അപ്പോൾ സ്കിന്നിൻ്റെ വേറെ എന്തോ ആണ് നോക്കേണ്ടത്. മനസ്സിലായോ? അപ്പോൾ അതെങ്ങോട്ടാണ് പോകേണ്ടത് ശ്രദ്ധിക്കുക. 3rd ഡിഗ്രിയിലോട്ടാണ് പോകേണ്ടതെന്ന് മനസ്സിലായി. ഓക്കെ, എന്നിട്ട് നമ്മുടെ ആൻസർ എവിടെയാണെന്ന് പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് എൻ്റെ പ്രത്യേകത. നമ്മൾ അത് നമ്മളൊന്ന് കറക്റ്റായിട്ട് നമ്മൾ അതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആൻസർ എടുക്കാൻ പറ്റും. സിനോണിമസോടെ കണ്ടുപിടിച്ചാൽ വേണ്ട. 3rd ഡിഗ്രിയിലേക്ക് പോകുക, എന്നിട്ട് എവിടെയാണ് നമ്മുടെ ആൻസർ എവിടെയാണെന്ന് വെച്ചാൽ അതനുസരിച്ച് പോകുക. സ്കെയറിങ്, ഷ്രിങ്കേജ് നമുക്ക് തന്നിട്ടുണ്ട്, അതാണ് കൺട്രാക്ഷൻ. സിനോണിമസ് തന്നേക്കുക. അപ്പം എങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ എവിടെയും പോയി തപ്പേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ കറക്റ്റായിട്ട് അങ്ങോട്ട് ഫോക്കസ് ചെയ്താൽ പോരെ. അപ്പോൾ ഇങ്ങനെയാണ് പാർട്ട് ഇങ്ങനെ മനസ്സിലാക്കി ചെയ്യുക. ഓക്കെ, കറക്റ്റായിട്ട് നമുക്ക് ഒന്ന് ഫോക്കസ് ചെയ്താൽ ഈ ആൻസർ എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ എന്ന് മനസ്സിലാവും. അങ്ങോട്ട് പോയി ചെന്ന് ആൻസർ എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ക്രിറ്റിക്കലായിട്ട് തിങ്ക് ചെയ്ത് അതിൻ്റെ ലോജിക്ക് മനസ്സിലാക്കി എപ്പാർട്ട് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. അങ്ങനെ അപ്പം എല്ലാവർക്കും ഇങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്കിതുപോലുള്ള ടിപ്സും ട്രിക്സും ഒക്കെ വെച്ചാണ് നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ക്ലാസ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ, ഇൻഡിവിജ്വലായിട്ട് ഇങ്ങനെ അറ്റൻഷൻ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരോ എങ്ങനെ തന്നെ ആയാലും നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലാസ്സിനെ സമീപിക്കാം. നമ്മളിങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ എഫക്റ്റീവായിട്ടുള്ള രീതിയിൽ ആണ് നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.